ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാവനമായ വിശുദ്ധമായ റമളാനിന്റെ മുഴുവൻ ഫളിലുകളും കരഗതമാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ നമ്മുടെ വേണ്ടപ്പെട്ടവരായ മുഴുവൻ ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യമായ ഈ വിശുദ്ധ മാസം നാളെ പടച്ച റബ്ബിന്റെ ഹളറത്തിൽ എത്തുമ്പോൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയാൻ വരുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. ഈ റമളാൻ നമ്മളോട് യാത്ര പറയുമ്പോൾ ജീവിതത്തിൽ പ്രകടമായ മാറ്റം നന്മയുടെ ഭാഗത്തിൽ അല്ലാഹു നമുക്ക് അധികരിപ്പിച്ചു തരട്ടെ. എല്ലാ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കാനുള്ള വിധി അല്ലാഹു കൂട്ടിത്തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും പരിപൂർണമായും റഹ്മാനായ റബ്ബിനെ താഅത്ത് ചെയ്ത് ജീവിക്കാൻ അല്ലാഹു അവസരം തരട്ടെ. വർഷത്തിലെ 12 മാസത്തിൽ ഒരു മാസമാണ് വിശുദ്ധ റമളാനിലെ പ്രത്യേകമായ ആരാധനകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് വിശ്വാസികൾ വേറിട്ട് നിൽക്കുന്നത്. 12 മാസവും നാം കടന്നുപോകുന്ന ദിനചര്യകളിൽ പ്രകടമായ മാറ്റം ഉണ്ടാകുന്ന മാസമാണ് പുണ്യമായ റമളാൻ. പ്രകടമായ മാറ്റത്തിലൂടെ പടച്ച റബ്ബ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ തന്നെ പ്രകടമായൊരു മാറ്റം സാധ്യമാവുക എന്നതാണ്. 12 മാസത്തിൽ 11 മാസത്തിനും ഇല്ലാത്ത പ്രത്യേകത ഈ റമളാൻ എന്നൊരു മാസത്തിന് എന്തുകൊണ്ട് നൽകപ്പെട്ടു? എന്താണ് പരിശുദ്ധ റമളാനിന്റെ മാത്രം ഇത്രയും ഫളില്, ശ്രേഷ്ഠത? പുണ്യമായി മാസം തുടങ്ങുമ്പോൾ തന്നെ ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ പരാമർശിക്കുന്ന കൂട്ടത്തിൽ വിശുദ്ധ റമളാനിന്റെ ഫളിലും ശ്രേഷ്ഠതയും എന്ത് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അതിലെടുത്തു പറഞ്ഞത് റമളാൻ എന്ന മാസം മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായത് ഈ റമളാനിൽ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ പവിത്രത മാനിച്ചുകൊണ്ടാണ്. ആ ദിവസത്തിന്റെ പവിത്രതയുടെ കാരണമെന്ത്? ആ ദിവസത്തിലാണ് വിശ്വമാനവികതയുടെ വിമോചനത്തിനായി അവതീർണമായ വിശുദ്ധമായ ഖുർആൻ സർവശക്തനായ അല്ലാഹു റബ്ബുൽ ആലമീന്റെ ഭാഗത്തു നിന്നും ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഒരുമിച്ച് അവതരിപ്പിക്കപ്പെട്ടത്. അവിടെ നിന്നും 23 വർഷക്കാലം കൊണ്ട് സാന്ദർഭികമായി ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു ഇറക്കി കൊടുക്കുകയായിരുന്നു. ഈ 23 വർഷക്കാലം കൊണ്ട് ലോക മനസാക്ഷിക്ക് മുമ്പിൽ തുല്യതയില്ലാത്ത ഒരു നവോത്ഥാനത്തിന് വഴി തുറന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ ഒരു രാത്രിയെ അല്ലാഹു നിലനിർത്തിയിരിക്കുന്നത് പരിശുദ്ധ റമളാനിലായിട്ടാണ്. ആ റമളാനിലെ ഈ രാത്രിയാണ് റമളാനിന്റെ മുഴുവൻ ഫളിലിന് കാരണം. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. شهر رمضان الذي أنزل فيه القرآن. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് ആ റമളാനിലാണ്, പുണ്യമായ റമളാനിന്റെ മാസത്തിലാണ്. അതിലെ ഒരു രാവിലാണ്, അതിലെ ഒരു ദിവസത്തിലാണ്. ആ രാവാണ് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അത് ലൈലത്തുൽ ഖദ്റിന്റെ വിധി നിർണയത്തിന്റെ രാത്രിയാണ്. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി. ആ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള, പുണ്യമുള്ള, ഫളിലുള്ള രാത്രിയാണത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി. ആ രാത്രിയിലാണ് തനസ്സലുൽ മലായിക, അനുഗ്രഹത്തിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ, മാലാകമാർ ഒന്നാകെ ഭൂലോകത്തേക്ക് വിശ്വാസികൾ അടുക്കലേക്ക് വരിക, സൃഷ്ടിപ്രപഞ്ചത്തിന്റെ മുമ്പിലൂടെ കടന്നു പോവുക. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ ദിവസത്തിന്റെ ഉണ്മ പ്രഭാതം വിടരുവോളം റഹ്മത്തിന്റെ മലക്കുകൾ നമുക്കിടയിലൂടെ സഞ്ചരിച്ചു പോകുന്നു. അനുഗ്രഹത്തിന്റെ വക്താക്കളായി നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ആ പുണ്യമായ രാത്രി ആർക്ക് ലഭിച്ചോ അവന് രക്ഷപ്പെട്ടവനായി നബിയുനാ റസൂലുള്ളാഹ്.
അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ രാത്രിയെക്കുറിച്ച് പറയാൻ, ഈ രാത്രിയെക്കുറിച്ച് ശ്രദ്ധ പതിപ്പിക്കാൻ, ഇതിനാണ് റമളാൻ വന്നത്, ഇതിനാണ് റമളാനിനെ പുണ്യമാക്കപ്പെട്ടത്, ഇതിനാണ് ആ പുണ്യത്തിന്റെ ഭാഗമായാണ് പരിശുദ്ധ റമളാനിലെ വ്രതാനുഷ്ഠാനം കൂടി നിർബന്ധമാക്കപ്പെട്ടത്. ആ വ്രതാനുഷ്ഠാനത്തോടെ പാതിരാത്രികളിലുള്ള നിന്ന് നമസ്കാരത്തോടെ ആ റമളാനിൽ നിന്ന് നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആൻ ആവോളം പാരായണം ചെയ്യുന്നതിലൂടെ ഖുർആൻ അവതരിച്ച മാസം എത്രത്തോളം നമുക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞു. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സദാസമയവും ഓതിക്കൊണ്ട് നടക്കുന്ന മനുഷ്യൻ, അവനുള്ള കാവല് പോലൊരു കാവല് വേറൊരാളിൽ നിന്നും ലഭ്യമല്ല. ഏറ്റവും വലിയ സാഹിറത്തായ ഒരു സ്ത്രീയോട് ലോകം കണ്ട വിശ്വവിഖ്യാതരായ പണ്ഡിതന്മാരുടെ അഭിമുഖത്തിൽ അവർ ചോദിച്ചു, നിങ്ങളുടെ ആഭിചാരക്രിയ പ്രയോഗിച്ചിട്ട് ഏൽക്കാതെ പോയ മനുഷ്യരാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, അതെ, സദാസമയവും ഖുർആനുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരിലേക്ക് എന്റെ ആഭിചാരം ബലപ്പെട്ടിട്ടില്ല. ഇതാണ് ഖുർആനിന്റെ പവർ. ആ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണേ. ഖുർആനിന്റെ ഓതലിന് വല്ലാതെ ഹരം പകർന്നുകൊണ്ട് ഖുർആൻ എന്തെന്നില്ലാത്ത ഹരമായി മാറിയ മനുഷ്യരുടെ ആരോഗ്യവും കണ്ണിന്റെ കാഴ്ചയും ശരീരവും മനസ്സും വിശുദ്ധമായ ആനന്ദത്തിന്റെ സുബ്ദിയിലെത്തിയ സന്തോഷ അനുഭവങ്ങൾ പറയുന്നത് കേൾക്കാം. കണ്ണിന്റെ കാഴ്ചയില്ലാതെ വിഷമിച്ച വിശ്വാസികൾ കണ്ണിന്റെ കാഴ്ചയെ ആഗ്രഹിച്ചുകൊണ്ട് ഖുർആനോദി ആ കാഴ്ച മടക്കി കിട്ടിയ സംഭവങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ എത്രമാത്രം മനുഷ്യന് വലിയ 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 അത്ഭുതങ്ങൾ സാധ്യമാക്കുന്നതാ. ആ ഖുർആൻ കൊണ്ട് രാത്രികാലങ്ങളിൽ പരമാവധി നിന്ന് നമസ്കരിക്കുന്നു. തറാവീഹിലെ 30 ദിവസമല്ലെങ്കിൽ 26 ദിവസം കൊണ്ട് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു ജുസ് വീതമെങ്കിലും ഓതി പൂർത്തിയാക്കാൻ ആരവസരം കണ്ടെത്തുന്നു, അവനേക്കാൾ വലിയ ഭാഗ്യവാൻ ആരാണ്? ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവിൽ, ഈ ആഖിറു സമാനിന്റെ സർവമാന ഫിത്നയുടെ കാലം, ഇക്കാലഘട്ടത്തിൽ ഒരു ഖതമെങ്കിലും പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധ റമളാനിൽ ഓതാൻ കഴിഞ്ഞാൽ അവൻ വലിയ മുത്തഖിയാണെന്ന് പറയണം. കാരണം അതാണ് കാലം. ഇതാണ് ഇക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതം. പരിശുദ്ധ പ്രവാചകൻ ആഖിറു സമാനിൽ ദീനനുസരിച്ച് ജീവിക്കുവാൻ, ദീനുമായി അടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയുടെ അവസ്ഥ പറയാ. ആ വിശ്വാസി ദീനനുസരിച്ച് ജീവിക്കുവാൻ അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗം, നിർബന്ധിതമായ സാഹചര്യത്തിൽ ഒരു കഷ്ണം തീക്കനലെടുത്ത് ഒന്ന് മാറ്റിവെക്കേണ്ടി വന്നാൽ എത്ര ആശങ്കയോടെ, എത്ര വേദനയോടെ, പ്രയാസത്തോടെ ആയിരിക്കും അതിൽ തൊടേണ്ടി വരിക, അതിനെ എടുക്കേണ്ടി വരിക, അതിനെടുത്ത് മാറ്റേണ്ടി വരിക. തന്റെ മുമ്പിലേക്ക് വീഴും, അല്ലെങ്കിൽ കൂടുതൽ അപകടം പറ്റും. മുമ്പിലുള്ള കുഞ്ഞുകുട്ടി, എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ മേലെ വീഴുമെന്ന് കരുതി ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഒരു തീക്കട്ട പെട്ടെന്നെടുത്താൽ അതാരും സുഖത്തോടെ കയ്യിൽ വെക്കില്ല, വേഗം വലിച്ചെറിയാൻ ശ്രമിക്കും. ഇത്രയേ ഉണ്ടാവുള്ളൂ ദീൻ എന്നാണ് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞത്. ലോകാവസാനം എത്തുമ്പോ, അവസാന കാലഘട്ടത്തിൽ അന്നുള്ള ദീൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ കയ്യിൽ ആ ഉള്ള സമയത്തേ ഉണ്ടാവുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ഒരു അരമണിക്കൂർ മുമ്പ് ഇപ്പൊ പള്ളിയിലെത്തി, ഈ പുണ്യമായ റമളാനിന്റെ ജുമഅയ്ക്ക് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് എത്തി, ഇപ്പൊ ഇവിടെ എത്തി, ഇവിടെ ഇരുന്നു, ഇവിടുന്ന് പിരിഞ്ഞു പോകുവോളം നമ്മുടെ മനസ്സും ശരീരമൊക്കെ ആത്മീയതയിലൂടെ കടന്നു പോകും. ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മീയത നമ്മിലേക്ക് വരും. എന്നാൽ ഇതെല്ലാം കേട്ട് കഴിയുമ്പോ ഇൻഷാ അല്ലാഹ് മാറണം, ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാക്കണം എന്നെല്ലാം നമ്മൾ ശപഥം ചെയ്യും. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി 1 മണിക്കൂർ ഒന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയതുപോലെ ആവുകയാണ്. അതാണ് നമ്മുടെ അവസ്ഥ. ലോകാവസാനത്തിലെ വിശ്വാസികൾ, ദീനുമായിട്ട് നടക്കുന്ന വിശ്വാസികളുടെ അവസ്ഥ അത്രയും ബലഹീനമായി പോകും. എന്നാൽ അക്കാലഘട്ടത്തിൽ അത്രയെങ്കിലും ത്യാഗം ചെയ്യുന്ന മുസ്ലിമിന് വലിയ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കും. അങ്ങനത്തെ പ്രതികൂല സാഹചര്യത്തിൽ പള്ളിയിലേക്ക് വരാൻ സമയം കണ്ടെത്തുന്നവർ, പള്ളിയിൽ ഒരു ദിവസമെങ്കിലും ഇഅ്തികാഫിന് അവസരം കണ്ടെത്തുന്നവർ, പരിശുദ്ധ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി തഹറൗ ലൈലത്തുൽ ഖദർ, തഹറൗ ലൈലത്തുൽ ഖദർ, ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഈ ലൈലത്തുൽ ഖദറിന്റെ വിധി നിർണയത്തിന്റെ രാത്രി, ഈ രാത്രിയിലാണ് പടച്ച റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള വിധി നിർണയം ഉണ്ടാകുന്നത്.
അതിന്റെ വിവരണത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം, അടുത്ത ഒരു വർഷക്കാലത്ത് ഈ ഭൂലോകത്തെ പടച്ച റബ്ബിന്റെ തീരുമാനങ്ങൾ, ഞാനും നിങ്ങളും ജീവിതത്തിന്റെ പല കാര്യങ്ങളുമായി എന്തെന്നില്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പരിഭവങ്ങൾ പറഞ്ഞു നടക്കുന്നവരുണ്ട്, വേദനകളും ആവലാദികളും പങ്കുവെച്ച് നടക്കുന്നവരുണ്ട്, രോഗങ്ങളുടെ, വിഷമങ്ങളുടെ, ബാധ്യതകളുടെ, ബന്ധങ്ങളുടെ ഒക്കെ പേരിൽ പല കാര്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്ത് നടക്കുന്നവരുണ്ട്. ആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഖൈറുകൾ ആഗ്രഹിക്കുന്നു, വിധി നിർണയത്തിന്റെ രാത്രി പടച്ച റബ്ബിനോട് പറഞ്ഞോ, ആ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞോ, അള്ളാഹുവിന്റെ വിധി അനുകൂലമായി വരുന്നതാ. അർഹമുർ റഹീമായ റബ്ബിനെ കുറിച്ച് പറയുന്നു, അവൻ ദുആ ചെയ്താൽ സ്വീകരിക്കാത്തവനല്ല, ചെയ്യണം എന്നേ ഉള്ളൂ, ചോദിക്കണമെന്നേ ഉള്ളൂ. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ അഖ്ബിൽ, വരൂ വരൂ. നന്മ ആഗ്രഹിക്കുന്നവരാണോ മുമ്പോട്ട് വരൂ, മുന്നോട്ട് വരൂ. നന്മ ആഗ്രഹിക്കാത്തവരാണോ നിങ്ങൾ പുറകോട്ട് പോകൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയുടെ ഫദ്ല് മനസ്സിലാക്കി ഒരാൾ ആ രാത്രി പാഴാകരുതെന്ന് കരുതിക്കൊണ്ട് ആരെങ്കിലും ആ ദിവസത്തിനെ ഉപയോഗപ്പെടുത്താൻ അതിനുവേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ അവൻ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്നത് പോലെ മൻ ഹുർരിമഹാ, ലൈലത്തുൽ ഖദ്ർ കിട്ടാതെ പോകുന്നൊരു മനുഷ്യൻ, ലൈലത്തുൽ ഖദ്ർ ലഭിക്കാതെ പോകുന്നൊരു മനുഷ്യൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മപ്പമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് വെച്ചൊന്ന് കൂട്ടി നോക്കണേ. 50 വയസ്സുള്ള ഒരാൾ 15ാമത്തെ വയസ്സ് മുതൽ 35 വർഷക്കാലത്തെ പരിശുദ്ധമായ റമളാൻ കടന്നുപോയി. ഈ 35 വർഷക്കാലത്തിൽ ഒരിക്കലെങ്കിലും, ഒരു ദിവസമെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും ലൈലത്തുൽ ഖദ്റിനെ ഓർത്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ പുറത്തു തരാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന രാത്രി ആഗ്രഹിച്ചുകൊണ്ട് ഒരു വർഷത്തിലെങ്കിലും ഒരു 10 ദിവസം ഇഅ്തികാഫിരിക്കാൻ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ദുആയിലായി കഴിയാൻ, ഇസ്തിഗ്ഫാറിലായി കഴിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ വർഷവും നമ്മൾ ആഗ്രഹിക്കുന്നു, തീരുമാനിക്കുന്നു, ചെയ്യണം. എന്നാൽ സമയമാകുമ്പോ സമയമുണ്ടല്ലോ, നാളെയാകട്ടെ. കാരണം ഇന്ന് നല്ല ആരോഗ്യമുണ്ട്, നല്ല തിരക്കുണ്ട്, കടയിലെ തിരക്കുണ്ട്, ബിസിനസിന്റെ തിരക്കുണ്ട്, ജോലിയുടെ തിരക്കുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ തിരക്ക് പറഞ്ഞ് വീണ്ടും അടുത്ത വർഷം അടുത്ത വർഷം അടുത്ത വർഷം പറഞ്ഞ് അവസാനം ഓർമ്മ തന്നെ നഷ്ടപ്പെടുമ്പോഴാ പടച്ചോനെ നല്ല കാലത്ത് കിട്ടാതെ പോയല്ലോ. മൻ ഹുർരിമഹാ, ലൈലത്തുൽ ഖദ്റിനെ ആര് നഷ്ടപ്പെടുത്തിയോ ഫഖദ് ഹുർരിമൽ ഖൈറ കുല്ലാ, അവൻ എല്ലാ ഖൈറിനെയും, എല്ലാ നന്മകളെയും, എല്ലാ ഖൈറിന്റെ വഴികളെയും അവൻ അടച്ചിരിക്കുന്നു, നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. വലാ യഹ്റുമു ഖൈറഹാ ഇല്ലാ മഹ്റൂം, പടച്ച റബ്ബ് മഹ്റൂമാക്കിയ ആളുകളല്ലാതെ ലൈലത്തുൽ ഖദ്റിനെ നഷ്ടപ്പെടുത്തുകയില്ല. മഹ്റൂമാക്കി കളഞ്ഞവരല്ലാതെ ആരാ മഹ്റൂമാക്കി കളയപ്പെട്ട ആളുകൾ? ദീനിന്റെ സന്തോഷത്തിന്റെ മാർഗത്തിൽ നിന്നും പടച്ച റബ്ബ് പിടിച്ച് പടിക്ക് പുറത്ത് നിർത്തുന്ന ആളുകൾ, ഇവരാണ് മഹ്റൂമുകൾ. ദീനിൽ നിന്ന് അല്ലാഹു പുറത്തേക്ക് മാറ്റിക്കളയുന്നവർ, ഭാഗ്യത്തിൽ നിന്നും മാറ്റി നിർത്തുന്നവരാരോ ഇവരല്ലാതെ ലൈലത്തുൽ ഖദ്റിനെ നഷ്ടപ്പെടുത്തുകയില്ല. അല്ലാഹു കാക്കട്ടെ. ഒരു വർഷത്തിൽ അല്ലാഹു തരുന്ന ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി, ആ രാത്രി അതിയായി ആഗ്രഹിച്ചുകൊണ്ട് നബിയും സ്വഹാബത്തും അവസാനത്തെ 10 ദിവസത്തിലായി കഴിഞ്ഞാൽ, ഇദാകാന അവാഖിറു, പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ദിവസമായി കഴിഞ്ഞാൽ ഹബീബുനാ റസൂലുള്ളാഹ് ശദ്ദ മിഅ്സറഹു, അരമുണ്ട് ഇറുക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ മുണ്ടഴിക്കുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ തിരക്കുകളും വീട്ടിലൊതുക്കും, എല്ലാ ജോലികളും മാറ്റിവെക്കും, പിന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാ. വീട്ടുകാരെ ഉണർത്തിയിട്ട് പോകും, വീട്ടുകാരെ ഉണർത്തിയിട്ട് പറയും, ഇനി 10 ദിവസം കഴിഞ്ഞിട്ടാ നമ്മൾ മീറ്റ് ചെയ്യുക. ഈ 10 ദിവസം നിങ്ങൾ ഉറങ്ങരുത്. രാത്രികാലം പരമാവധി പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തോ. നിന്റെ ജീവിതത്തിൽ നിനക്ക് സംഭവിച്ച പാപങ്ങൾ സംഭവിച്ചു പോകും. കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ ആദം സന്തതികളും ആണ്, എല്ലാ ആദം സന്തതികളും പാപിയാണ്. ആ പാപികളിൽ അല്ലാഹു പറയുന്നു, ഹബീബുനാ റസൂലുള്ളാഹി പറയുന്നു, വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. പാപി ആയിക്കോട്ടെ, മനുഷ്യൻ പാപിയാണ്. മനുഷ്യനെ നോക്കിയിട്ട് ഒരു കാലത്ത് മലക്കുകൾ പറഞ്ഞു, അള്ളാന്റെ അടുത്ത് പറഞ്ഞു, പടച്ചോനെ ഇവരൊക്കെ എന്ത് കുഴപ്പം പിടിച്ച ആളുകളാ,
നമ്മൾ സദാസമയവും നിനക്ക് വേണ്ടി സുജൂദിന് റുക്കൂഇന് ഇബാദത്തിന് ഒക്കെയായിട്ട് ഇങ്ങനെ സദാസമയം ഞങ്ങളുണ്ടായിട്ടും ഈ പാവികളായ കുഴപ്പക്കാരായി മനുഷ്യന്മാരെ പടക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നൊരിക്കൽ പടച്ച റബ്ബിനോടും മലക്കുകൾ ചോദിച്ചൊരു സന്ദർഭമുണ്ട്. ആ സമയത്ത് അവരോട് പറഞ്ഞു, മലക്കുകളെ, നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഞാൻ തരാം. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് ഈ മനുഷ്യരെന്നല്ലേ ചോദിച്ചത്? ഞാനൊരു തീരുമാനം എടുക്കുക, നിങ്ങളിൽ നിന്ന് 2 പേരെ ദുനിയാവിലേക്ക് അയക്കാൻ പോകാം. മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു അയച്ചു 2 മലക്കുകളെ, മനുഷ്യലോകത്തിന് ദൃശ്യമാകുന്ന രൂപത്തിൽ 2 മലക്കുകളെ അള്ളാഹു ഭൂലോകത്തേക്ക് അയച്ചു. ആ 2 മലക്കുകൾ വന്നത് ഇന്നത്തെ ഇറാഖിലെ ബാബിലോണിയ പ്രദേശത്തേക്കായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിൽ കാണാം. വഹാറൂത വമാറൂത് ഇന്ന ബാബില ഹാറൂത വമാറൂത്. ഒരാളുടെ പേര് ഹാറൂത്ത്, ഒരാളുടെ പേര് മാറൂത്ത് എന്നായിരുന്നു ആ മലക്കുകളുടെ പേര്. ഇവർ 2 പേരും വന്ന് ദുനിയാവിലെത്തി. അവരാകാശലോകത്ത് പടച്ചറബിന്റെ അടുക്കൽ സദാസമയം ഇബാദത്തിലായി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, എന്തിനാ മനുഷ്യരെ പടച്ചേക്ക്? ഇവരാകെ കുഴപ്പക്കാരാണല്ലോ, പാപികളാണല്ലോ എന്നാ പറഞ്ഞ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ദുനിയാവിലോട്ട് പോയിക്കോ. അവർ ദുനിയാവിലെത്തി. 24 മണിക്കൂറും സുജൂദിൽ കഴിഞ്ഞവർ, സദാസമയവും ഇബാദത്തിൽ കഴിഞ്ഞവർ, ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും, പടച്ച റബ്ബ് കൽപ്പിച്ചതിന് എതിര് പ്രവർത്തിക്കാത്തവർ, പടച്ച റബ്ബിന്റെ കൽപ്പനകളെ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ ശിരസാവഹിച്ചവർ, അവർ ദുനിയാവിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ, മനുഷ്യന്റെ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ, പടച്ച റബ്ബേ മനുഷ്യരുടെ ഗുണഗണങ്ങൾ, സ്വഭാവങ്ങൾ അവരിലൂടെ കടന്നു പോകാൻ തുടങ്ങി. മനുഷ്യർക്കുള്ള ബലഹീനതകൾ അവരിലൂടെയും കടന്നു പോകാൻ തുടങ്ങി. അവരിൽ പലരും അറിയാതെ മനുഷ്യലോകത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് വഴുതി ചേരാൻ തുടങ്ങി. ചെറിയ ചെറിയ വീഴ്ചകളിലേക്ക് അവർ വീണ്ടുപോയി. ആ വീഴ്ചകളിലൂടെ അവരവസാനം ചെന്നുപെട്ടു. ചെറിയ ചെറിയ വീഴ്ചകളുടെ പേരിൽ വലിയ ശിക്ഷയ്ക്ക് അവർ വിധേയരായി. പടച്ച റബ്ബ് അവരെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് ബാബിലോണിയിൽ ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയെന്നും വലിയൊരു കിണറിന്റെ ഉള്ളിൽ അവരെ തൂക്കിയിടപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം തഫ്സീറുകളിൽ കാണാം. മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പാപം സംഭവിച്ചിട്ടുണ്ടാകും. പാപികളല്ലാത്ത മനുഷ്യർ ഈ ദുനിയാവിലുണ്ടോ? അത് അൽ അംബിയാ, നബിമാര് മാത്രമാ പാപം ചെയ്യാത്തവർ. പാപം ചെയ്യാത്ത മനുഷ്യരില്ല. പാപിയായ മനുഷ്യനോടാണ് അല്ലാഹു പറയാ, വസാരിഊ ഇലാ മഗ്ഫിറ, പടച്ച റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ എത്ര വലിയ തെറ്റുകാരനാകട്ടെ, എത്ര വലിയ കുറ്റക്കാരനാകട്ടെ, പടച്ച റബ്ബിനോട് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത്, തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുന്നതാ. നിങ്ങൾക്ക് ഉന്നതമായ ദറജ അല്ലാഹു തരും. വിശാലമായ സ്വർഗ്ഗലോകത്തേക്ക് അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാ. അതിനാണ് പരിശുദ്ധ റമളാൻ. ഈ റമളാനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനുവേണ്ടി 10 ദിവസം വെച്ചു. മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി. പാപം പൊറുക്കപ്പെട്ടവനാണോ അവൻ എത്തപ്പെടുന്നത് അനുഗ്രഹീത സ്വർഗത്തിലേക്കാ. ആ സ്വർഗത്തിലേക്കാണ് എല്ലാവരും ആഗ്രഹിക്കുക. ആ സ്വർഗത്തിലെത്തണം. അല്ലാഹു റബ്ബുൽ ആലമീന്റെ ലിഖാ, അനുഗ്രഹീത ലിഖാഇനെ സന്തോഷത്തോടെ കാണണം. നരകമെന്ന ഭയാനകമായ കത്തിയാളുന്ന നരകക്കുണ്ടിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തണം. നമ്മളെല്ലാവരും മരണപ്പെടും. എല്ലാ മനുഷ്യരും ഈ ലോകത്തോട് ഒരു നാളിൽ ജീവിതം അവസാനിച്ച് യാത്രയാകും. എന്റെ റബ്ബേ, നമ്മളെല്ലാവരും മരണപ്പെട്ട് കരുനാഗപ്പള്ളിയുടെ ഖബർസ്ഥാനിലാകട്ടെ, ലോകത്തിന്റെ ഏതെല്ലാം ഖബർസ്ഥാനുകളിലാകട്ടെ നമ്മുടെ ജനാസകൾ കൊണ്ടുവന്ന് വെക്കപ്പെടുക. ആ ജനാസയുടെ മുമ്പിലേക്ക് മലക്കുകൾ വരും. ജീവിതത്തിൽ അല്ലാഹു തന്ന സൗഭാഗ്യങ്ങൾ ഉപയോഗപ്പെടുത്തി, ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമയവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ചെയ്ത ഓരോ നന്മകളെ കുറിച്ച് അവിടെ ചോദ്യം ചെയ്യപ്പെടും. വിചാരണ നടക്കും. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചും വിചാരണ നടക്കും. ആ വിചാരണയുടെ മുമ്പിലാ നമ്മൾ പെട്ടുപോവുക. എത്ര കാലം നീണ്ടു നിൽക്കുമെന്നറിയില്ല. അള്ളാഹുവിന്റെ അനന്ത വിശാലമായ ആഖിറത്തിന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുകയാ. യാ അയ്യുഹന്നാസ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും തൊട്ട്, നിങ്ങളെ തൊട്ടും നിങ്ങളും, അതുപോലെ നിങ്ങളെ കുടുംബത്തെ തൊട്ടും നരകത്തിനെ തൊട്ട് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണേ, സൂക്ഷിച്ചുകൊള്ളണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യലോകത്തിന് മനസ്സിലാകുന്ന ഭയാനകമായ ശിക്ഷ.
മനുഷ്യനോട് അവന് കൊടുക്കപ്പെടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അവന് മനസ്സിലാകാത്ത ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വർഗത്തിന്റെ സന്തോഷങ്ങൾ പറയുമ്പോ മനുഷ്യന് അള്ളാഹു നൽകുന്ന കള്ളിന്റെയും പാലിന്റെയും ആറുകൾ ഒഴുകുമെന്ന് പറഞ്ഞപ്പോ ഒരിക്കലൊരു മുസ്ലിമുകാരൻ ചോദിച്ചു, കള്ളിനെ കുറിച്ച് നിങ്ങൾ ഇവിടെ മോശം പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് കള്ള് തരുമെന്നാണോ പറയാന്നും? യഥാർത്ഥത്തിൽ കള്ളും പാലും തേനും ഒക്കെ പറയുമ്പോ മനുഷ്യനോട് പറയാണ്, നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു പൂച്ചയോട്, ആ പൂച്ചയ്ക്ക് ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ഒരു പൂച്ചയും അത് തേനാണെന്ന് പറയൂല. അത് ചിലപ്പോ അഴുകി ചളിഞ്ഞ് പുറത്ത് ചാടുന്ന മത്സ്യത്തിന്റെ കുടലായിരിക്കും പൂച്ചയ്ക്ക് ഏറ്റവും നല്ല മട്ടൻ ബിരിയാണി. പൂച്ചയെ സംബന്ധിച്ചിടത്തോളം അതാ. പക്ഷെ നമുക്കത് നല്ലതല്ല. നമുക്കിഷ്ടപ്പെട്ടത് നമ്മുടെ വായിലൂടെ വെള്ളം ഓടുന്നത് വേറെ കുറെ ഭക്ഷണങ്ങളാണ്. അതുപോലെ നമ്മൾ ഭയപ്പെടുന്നത് വേറെ കുറേതാണ്. നമ്മളെ പറയാ പിടിച്ച് വെള്ളത്തിലിടുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമോ ഭയമാണ്. പക്ഷെ മത്സ്യത്തോട് പറഞ്ഞാൽ സന്തോഷമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ദുനിയാവിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾക്ക് നരകമുണ്ട്, നിങ്ങൾ സ്വർഗവും കാണും നരകവും കാണും ഉറപ്പാണ്. ആ സ്വർഗത്തിൽ ഇന്ന സന്തോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട മനസ്സിലാക്കിയ ഏകദേശം നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന സുഖങ്ങൾ പറഞ്ഞാലേ നമ്മൾ അതിലേക്ക് ആഗ്രഹിക്കുള്ളൂ, നമുക്ക് മനസ്സിലാവുള്ളൂ. അള്ളാഹു പറയുന്നു, ലാ തറൗൻ, നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്തതാ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്തതാ, നിങ്ങളുടെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, നിങ്ങളൊരു കാതും കേട്ടിട്ടില്ലാത്ത, നിങ്ങളുടെ ഒരു ബുദ്ധിക്കും ചിന്തിക്കാൻ കഴിയാത്ത ആനന്ദത്തിന്റെ ആസ്വാദനത്തിന്റെ ലോകമാണ് സ്വർഗം. ഓരോ മനുഷ്യനും എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നൽകപ്പെടുന്നു. ഇതാണ് ആകത്തുക, ഇത്രയേ ഉള്ളൂ. പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കൂടെ വിവരിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ നരകം, നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്നത് എന്താണോ ആ ഭയപ്പെടുന്ന ശിക്ഷകൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ഇത് തന്നെ ആകണമെന്നില്ല, ഇതിനേക്കാൾ കഠോരമായിരിക്കാം, ഇതിനേക്കാൾ ഭയാനകമായിരിക്കാം. ആ ഭയാനകമായ ശിക്ഷ നിങ്ങൾക്ക് വരുന്നത് ഉറപ്പാണ്. അതില്ലാതെ ഈ മനുഷ്യന്റെ ജീവിതം അവസാനിക്കാൻ പാടില്ലല്ലോ. പിന്നെന്ത് ലോകം? ലോകത്തിന്റെ ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ, ഒരു ഖാലിക്കും രക്ഷിതാവും ഉണ്ടെങ്കിൽ, റൊണാൾഡ് ട്രംപിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും ആയിരക്കണക്കിന് നിരപരാധികളെ കൊലപ്പെടുത്തിയ ഈ ക്രൂരന്മാർക്ക് ഒരു പ്രാവശ്യത്തെ കൊലപാതകം കൊണ്ട്, ഒരു പ്രാവശ്യത്തെ വധശിക്ഷ കൊണ്ട് ആയിരക്കണക്കായ പിഞ്ചു പൈതങ്ങളുടെ ജീവൻ ഹനിക്കപ്പെടുമ്പോൾ അവരനുഭവിച്ച വേദന കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഈ ലോകത്ത് ഏതെങ്കിലും കോടതിക്ക് കഴിയോ? ഇല്ലെങ്കിൽ ആയിരക്കണക്കായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അനുഭവിച്ച വേദന എല്ലാ അക്രമികളും അനുഭവിക്കണം, എല്ലാ രാക്ഷസന്മാരും അനുഭവിക്കണമെങ്കിൽ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം നരകത്തിന്റെ കുണ്ടിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു കഴിയുമ്പോ ഉരുകിയൊലിച്ച് നശിച്ചും വെള്ളമായി മണ്ണിലേക്ക് വെള്ളമായി താഴേക്ക് പതിക്കുന്നവന്റെ മാംസളമായ ശരീരത്തിന്റെ ഭാഗങ്ങൾ, അവന്റെ മനോഹരമായ തൊലി, അവന്റെ മനോഹരമായ സ്കിന്ന്, അത് മുഴുവനും നശിച്ച് താഴേക്ക് പതിക്കുമ്പോ വീണ്ടും അല്ലാഹു പറയുന്നു ബദ്ദൽ, വീണ്ടും അല്ലാഹു അതിനെ വീണ്ടും മടക്കി കൊടുക്കുകയാ. ഓരോ പ്രാവശ്യം ഇങ്ങനെ ഉരുകിത്തീരും, പിന്നെയും മാംസം തിരിച്ചു വരികയാണ്, പിന്നെയും ഉരുകിത്തീരും, പിന്നെയും തിരിച്ചു വരിക. അതാണ് ഒരു പ്രാവശ്യം ഉരുകിത്തീരുമ്പോൾ അനുഭവിച്ചു, വേദന കഴിഞ്ഞു, തീർന്നില്ല. 1000 വട്ടം അനുഭവിക്കണോ? വീണ്ടും തരും, പിന്നെയും പോവും, വീണ്ടും തരും, പിന്നെയും പോവും. ഇതാ നരകം. ഒരു മനുഷ്യനും താങ്ങാൻ കഴിയുന്നതല്ല, ഒരു മനുഷ്യനും താങ്ങാൻ കഴിയില്ല. ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞു, വ ഇന്ന അഹ്വന അഹ്ലന്നാർ, നാളെ പരലോകത്ത് നരകത്തിന്റെ ശിക്ഷ നൽകപ്പെടുന്നതിൽ ഏറ്റവും ലഘുവായ ശിക്ഷ നൽകപ്പെടുന്നത് ഒരു മനുഷ്യനാണ്. എന്തെന്നറിയുമോ? 2 പാദസരമാണ്, 2 പാദരക്ഷയാണ്. 2 പാദരക്ഷയാണ് നൽകപ്പെടുക. അതങ്ങ് ധരിപ്പിക്കപ്പെടുമ്പോ അവന്റെ തലച്ചോറ് തന്നെ തിളച്ചങ്ങ് പുറത്തേക്ക് മറിഞ്ഞു പോകുന്നതാ. പറയപ്പെടുന്നു ചരിത്രകാരന്മാർ ഇത് അബൂ താലിബിനായിരിക്കാനാണ് സാധ്യത. അബൂ താലിബ് എന്നാണ് പ്രബലമായ അഭിപ്രായങ്ങളിലെല്ലാം കാണുക. അബൂ താലിബ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്ത മനുഷ്യനാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ നുബുവത്തിന്റെ പ്രചാരണ പ്രബോധന വീതിയിൽ ഇടം വലം നിന്ന് സഹായിച്ചവരിൽ ഏറ്റവും പ്രധാനിയാണ് അബൂ താലിബ്. അബൂ താലിബിന് ആകെ കൂടെ സംഭവിച്ചു പോയ ഒറ്റ പിഴവേ ഉള്ളൂ, അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, അത്രമാത്രമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, ബാക്കി എല്ലാം ചെയ്തു കൊടുത്തു. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന്റെ ഒരു കരുണയുടെ പേരിലാണ് ഏറ്റവും ലഘുവായ ശിക്ഷ, നരകത്തിൽ നൽകപ്പെടുന്ന ശിക്ഷകളിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അള്ളാഹു നൽകുന്നത് അബൂ താലിബിനാണ്. ആ ശിക്ഷ ഈ പാദരക്ഷയാണ്. അതുകൊണ്ട് ധരിച്ചു കഴിഞ്ഞാൽ തിളച്ചു മറിയുമെന്നാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 അവസാനത്തെ 10 ഈ വർഷം മിക്കവാറും ഈ വർഷത്തെ പരിശുദ്ധ റമളാനിൽ നോമ്പുകാരായിക്കൊണ്ട് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വന്നിരിക്കുന്ന നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ആകാൻ എല്ലാ അർത്ഥത്തിലും സാധ്യതയുണ്ട്. മിക്കവാറും അടുത്ത വെള്ളിയാഴ്ച 2 ഖുതുബയിലായി നമ്മൾ സംഗമിക്കേണ്ടി വരികയാണ്. പരിശുദ്ധമായ ഈദുൽ ഫിത്തർ,
അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ വീണ്ടും ജുമുഅയ്ക്ക് വേണ്ടി നമ്മൾ വീണ്ടും വരേണ്ടി വരികയാണ്. ഈ പരിശുദ്ധ റമദാനിൽ നോമ്പുകാരായിക്കൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാൻ കഴിയുന്ന പുണ്യങ്ങൾ എന്തുണ്ടെന്ന് ആലോചിച്ചാൽ അത് ചെയ്യാനുള്ള അവസാനത്തെ ദിവസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിന്റെ ഓരോ ദിവസങ്ങൾ തങ്ങൾ ചെയ്ത ശ്രേഷ്ഠമായ അമലുകളെ കുറിച്ച് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാധാന്യത്തോടെ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ടാകും, മനസ്സിലാക്കുന്നുണ്ടാകും. എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അജ്വദൻ നാസ്, ഏറ്റവും അധികം ധർമ്മം ചെയ്യുന്നവരായിരുന്നു നബിയുനാ റസൂലുള്ളാഹ്. പരിശുദ്ധ പ്രവാചകൻ അവസാനത്തെ 10 ദിവസമായാൽ ഇഅ്തികാഫിന് വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിക്കും. പിന്നെ പരിശുദ്ധമായ റമദാനിന്റെ പര്യവസാനമായി എന്നറിഞ്ഞാലല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിലും പരമാവധി ഇഅ്തികാഫിന് വേണ്ടി ശ്രമിക്കണം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പരമാവധി ഇഅ്തികാഫിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, സമയം ഉപയോഗപ്പെടുത്തുക. വീട്ടിൽ കിടന്നാലും ഉറങ്ങാം. അതേപോലെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ പ്രവേശിച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിൽ വിശ്രമിക്കൂ. പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യൂ. വിശ്രമിക്കുന്നു, ഉറങ്ങുന്നതിനാണെങ്കിലും പ്രതിഫലമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യൂ, പ്രതിഫലമുണ്ട്. ഇങ്ങനെ അവസാനത്തെ 10 ദിവസത്തിൽ ചെയ്യാൻ കഴിയുന്ന പുണ്യങ്ങളൊക്കെ പരമാവധി ചെയ്യുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചല്ലോ, അടുത്ത വർഷം നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇത് ആഖിറു സമാനിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളാണ്, റമദാനുകളാണ്, വർഷമാണ്, മാസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ അല്ലാഹു നമുക്ക് തരുന്ന നിഅമത്ത് അടുത്ത വർഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് കിട്ടിയ സന്തോഷം, സമാധാനം അടുത്ത വർഷം കിട്ടണമെന്നില്ല. നമുക്കൊക്കെ അറിയാമായിരിക്കും, നമ്മൾ ഓരോരുത്തരെ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ കുടുംബങ്ങൾ, വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, കഴിഞ്ഞ വർഷങ്ങളിൽ സക്കാത്ത് കൊടുത്തവർ, സ്വതക്കകൾ ചെയ്തവർ, സഹായങ്ങൾ നൽകിയവർ, അവരോട് ഈ വർഷം അങ്ങോട്ട് വിളിച്ച് ചോദിക്കേണ്ടി വരുന്നു എന്ന് പലരും പറഞ്ഞു. ആ ചോദിച്ചപ്പോൾ തന്നെ അവർ കൊടുത്തതെന്താ? കഴിഞ്ഞ പ്രാവശ്യം 10,000 കൊടുത്തവര് ഇപ്രാവശ്യം 2,000 കൊടുത്തേക്കുക. കൊടുക്കാനില്ല. ഇപ്പോഴേ ആശങ്ക തുടങ്ങി. വരുമാന സ്രോതസ്സുകളെല്ലാം നിലച്ചു പോകുന്നു. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക അറിയുന്നില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒന്നും അറിയുന്നില്ല. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാളെയുടെ നാളുകളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അല്ലാഹു റബ്ബുൽ ആലമീന്റെ കയ്യിലാണ്. അവനാണ് ഇർഹമു മൻ ഫിൽ അർള് ഇർഹമുക്കും മൻ ഫിസ് സമാ, റഹ്മത്ത് ചെയ്യൂ ഭൂമിയിലുള്ളവരോട്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. പടച്ച റബ്ബിന്റെ മാർഗത്തിലായി കഴിയുന്നത് പോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, നമ്മുടെ സഹകാരികൾ, വേണ്ടപ്പെട്ടവർ, അയൽവാസികൾ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കൂ. റമളാനിന്റെ തുടക്കത്തിൽ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരുന്നു, പരിശുദ്ധ റമളാൻ എത്തുന്നതിന് മുമ്പ് തന്നെ സ്വഹാബത്ത് ചെയ്തിരുന്ന കാര്യമാണ് സക്കാത്തിന്റെ കാര്യം. പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നു അവർ റമളാനിന്റെ അവസാനത്തിലെ ഈ ദിവസങ്ങളിലല്ല, തുടക്കത്തിലെ ആ കാര്യം പ്രത്യേകം പറഞ്ഞു. മഹല്ലുകളൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഖേദകരമെന്ന് പറയട്ടെ, ഈ നാട്ടിൽ ഒരുപക്ഷെ ഈ ശബ്ദം ശ്രവിച്ച ജനങ്ങൾക്കിടയിൽ ഈ ആഴ്ചയിലും ഞാൻ ഒരു മനുഷ്യനെ കണ്ടു. അയാള് പറമ്പിൽ പണിയെടുക്കുന്ന മനുഷ്യനാണ്, നല്ല ആരോഗ്യവാനാണ്. അദ്ദേഹം നോമ്പെടുത്തിട്ടില്ല, അദ്ദേഹം നമസ്കരിച്ചിട്ട് പോവുകയായിരുന്നു. ഈ പള്ളിയിൽ വന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോ അദ്ദേഹം ജോലി ചെയ്തിട്ട് വന്ന അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ ശരീരത്തിലുണ്ട്. ചോദിച്ചു, ഈ വെയിലത്ത് ഇത്രയും കഷ്ടപ്പാടാണല്ലോ, ഈ വെയിലത്ത് ജോലി എങ്ങനെയാണ്? പറഞ്ഞു, നോമ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു വേള സ്തബ്ധിച്ചുപോയി. ഈ നാട്ടിലാണ്, ഇതുപോലെ ഓരോ നാടുകളിലും. അദ്ദേഹം നല്ല ആരോഗ്യമുള്ളയാളാ. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒറ്റ വിഷയമേ ഉള്ളൂ, ഞാൻ ജോലിക്ക് വന്നില്ലെങ്കിൽ എന്റെ വീട് പട്ടിണിയിലാണ്, ഞാൻ ജോലിക്ക് വന്നില്ലെങ്കിൽ വീട് പട്ടിണിയില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ നമുക്കിടയിൽ കഴിഞ്ഞു പോയാൽ ആ മനുഷ്യന്റെ പോയ നോമ്പിന്റെ ശിക്ഷ മനഃപൂർവ്വമാണല്ലോ, അറിയാതെ വിട്ടതല്ലല്ലോ. മനഃപൂർവ്വം ഒഴിവാക്കുക, ജോലി ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഒഴിവാക്കുക. ഇല്ലെങ്കിൽ വീട് പട്ടിണിയിലായി പോകും. ദാരിദ്ര്യം, പ്രയാസം. ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ചില ആളുകൾ നമുക്ക് മുമ്പിൽ നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല മര്യാദ കുട്ടപ്പാരന്മാരായിട്ട് പോകും. അവരാരോടും ആ പരിഭവവും ആവലാതിയൊന്നും പറയില്ല. പക്ഷെ അവർ അങ്ങേയറ്റം മെഴുകുതിരി പോലെ ജീവിക്കായിരിക്കും. ഒരുപാട് ത്യാഗപ്പെട്ട ജീവിതമായിരിക്കും. ആരറിയുന്നു അവരെ? അള്ളാഹു തന്ന നിഅമത്ത് നമ്മുടെ അയൽവാസികൾ, വേണ്ടപ്പെട്ടവർ, കുടുംബാദികൾ, സഹായികൾ, നമ്മുടെ ഓരോ മനുഷ്യർക്കും വിഹിതം ചെയ്തു കൊടുക്കാൻ അള്ളാഹു നമുക്ക് മനസ്സ് തരണം, തൗഫീഖ് തരണം. ഒരുപാട് കൂട്ടി വെച്ച മനുഷ്യർ, അവർക്ക് എന്തുണ്ടാകുന്നതുകൊണ്ട്? ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം വിട്ടേച്ചു പോവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിലാണ് ഏറ്റവും അധികം പീഡനങ്ങൾ, കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് തലമുറകൾ താണ്ടിക്കടന്നു വന്നൊരു ജനത മുസ്ലിം ഉമ്മത്താണ്. ഓരോ കാലഘട്ടത്തിലും കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു.
ഈ ഉന്മൂലനങ്ങളും ഭീഷണികളും ഒക്കെ നേരിടുമ്പോഴും തുച്ഛമായ വർഷങ്ങൾക്കകം അവരതിനെ അതിജയിക്കുകയാണ്. ഇത് മുസ്ലിം ഉമ്മത്തിന് മാത്രം അള്ളാഹു ലോകത്ത് കൊടുക്കുന്ന ഒരു കറാമത്താണത്. എങ്ങനെ? ഒരു കലാപം വരുന്നു, ലക്ഷോപലക്ഷം കോടാനുകോടികളുടെ നഷ്ടമാണ് ഒരു കലാപത്തിലൂടെ ഉണ്ടാവുക. വീട് നഷ്ടപ്പെടുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു, സ്വത്ത് നഷ്ടപ്പെടുന്നു, കിടക്കാട് നഷ്ടപ്പെടുന്നു. ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴും കുറഞ്ഞ വർഷങ്ങൾ, 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിന്റെ ഉള്ളിൽ അവർ പിന്നെ റിക്കവർ ആവുകയാണ്, പഴയതിനേക്കാളും ചിലപ്പോൾ മെച്ചപ്പെടുകയാ. എങ്ങനെ? അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുള്ള ധനാഢ്യന്മാരായ, സമ്പന്നരായ, കഴിവുള്ള ആളുകൾക്ക് അള്ളാഹു മനസ്സ് കൊടുക്കുകയാണ്. അവർ കൊടുക്കുകയാണ്, ഉള്ളതിന്റെ വിഹിതം ജനങ്ങളിലേക്ക് വിഹിതം ചെയ്യാണ്, സാധുക്കളായ സഹോദരങ്ങൾക്ക് വിഹിതം ചെയ്യാണ്. അവരും പതുക്കെ പതുക്കെ പിച്ച വെച്ച് കയറി വരികയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാ, കാന അജ്വദന്നാസ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധ റമളാനിൽ ഏറ്റവും അധികം ദാനം ചെയ്തത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധ റമളാനിലായിരുന്നു. നബി തങ്ങൾ ദാനം ചെയ്യാന്ന് പറഞ്ഞാലേ അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു നമ്മൾക്കറിയണം. നബിതങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ദാനം ചെയ്യാന്ന് കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കുക ഒരുപാടുണ്ടായിട്ടല്ല കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ പട്ടിണി, ഒരു ദിവസം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ആഹാരമുണ്ടായിട്ടില്ല. ഒരു ദിവസം പോലും കഴിക്കാൻ ഭക്ഷണമില്ല. സക്കാത്തിന്റെ മുതലുകൾ മദീനത്തെ പള്ളിയുടെ ഒരു മൂലയിൽ കൂടി കിടക്കുമ്പോഴും ബീവി ഫാത്തിമാന്റെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നു. തന്റെ പ്രിയപ്പെട്ട പേരക്കുഞ്ഞുങ്ങൾ പാതിരാത്രി പൊട്ടിക്കറിയുന്ന കരച്ചിൽ കേൾക്കുമ്പോ അള്ളാന്റെ ഹബീബ് ചോദിച്ചു, ഫാത്തിമ എന്തേ മക്കളെ കരയുന്നു? പറഞ്ഞു, ഉപ്പാ പാല് കൊടുത്തിട്ടില്ല, പാല് കൊടുക്കാനില്ല. എന്തേ? കാരണം ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല. ആരാ പറയുന്നതെന്നറിയുമോ? ആയിരക്കണക്കിന് കിലോമീറ്റർ വിശാലമായൊരു സാമ്രാജ്യത്തിന്റെ അധിപന്റെ മകളാണ്, ഹബീബായ മുത്ത് ഹബീബിന്റെ പൊന്നുമോള. അന്ന് മദീന ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന നാടാ. നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ സ്ഥാനം പോലുമല്ല, അതിനേക്കാളും എത്രയോ അപ്പുറം വിശാലമായ ഒരു അധികാര കേന്ദ്രം മുമ്പിലുള്ളപ്പോഴും ആയിരക്കണക്കിന് മനുഷ്യർ ഉറ്റുനോക്കുമ്പോഴും തന്റെ വീട് പട്ടിണിയിലാണെന്ന് പറയുമ്പോ താങ്ങാൻ കഴിയാതെ അള്ളാന്റെ ഹബീബ് മസ്ജിദുൻ നബവിയുടെ പച്ചപ്പരവതാനിയിൽ വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തെങ്കിൽ ആ സന്ദർഭത്തിലും അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുന്നു, കാന അജ്വദന്നാസ്. ആ സമയത്തിലും തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു വിഹിതം തന്റെ സുഫയുടെ അഹ്ലുകാരായ സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി നൽകുമായിരുന്നു. ദീൻ പഠിക്കാൻ വന്ന ആളുകൾ, ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്രസയിൽ വന്നവർ, അവിടെ പഠിച്ചവർ, പഠിക്കാൻ വേണ്ടി വന്നവർ, പഠിപ്പിക്കാൻ വന്നവർ, സാധുക്കൾ, വഴിയാത്രക്കാർ, അവശർ, രോഗികൾ, കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഉള്ളതിനെ വിഹിതം ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചത്. അവസാനം വഫാത്താകുമ്പോ ആകെ കൂടിയുള്ള പടയെങ്കി, ആകെ തങ്ങളുടെ കയ്യിലുള്ള പടയെങ്കി അത് വീടിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി അയൽപക്കത്തെ ജൂതന്റെ വീട്ടിൽ പണയത്തിലിരിക്കവേ ഈ ലോകത്തോട് യാത്രയാകേണ്ടി വന്ന റസൂലിന്റെ സാമ്പത്തിക അവസ്ഥയാണ്. ആ റസൂല് ഈ ലോകത്തോട് വഫാത്തായി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ മദീനയുടെ സാമ്പത്തിക അവസ്ഥ അറിയൂ. വെറും 30% മനുഷ്യരാണ് 2 നേരം, അതായത് വലിയ വിശപ്പിന്റെ കാഠിന്യത അറിയാതെ എന്തെങ്കിലും കഴിച്ചു പോകുന്ന ജനങ്ങൾ വെറും 30%. ഈ 30% ജനങ്ങളാണ് അല്പമെങ്കിലും എന്തെങ്കിലും കഴിച്ചതെങ്കിൽ 70% മനുഷ്യർ പട്ടിണിയിലായിരുന്നു മദീനയിൽ. ആ മദീന ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി, പുണ്യപ്രവാചകൻ ഈ ലോകത്തോട് യാത്രയായി. തുച്ഛമായ വർഷങ്ങൾ, കേവലം 80 അല്ലെങ്കിൽ 85 വർഷം അങ്ങോട്ട് പിന്നിടുമ്പോ സുബ്ഹാനല്ലാഹ്, സക്കാത്തിന്റെ അവകാശികൾ എവിടെ എന്ന് ചോദിച്ച് ജനങ്ങൾ സക്കാത്തിന്റെ മുതലുമായി അലയാൻ തുടങ്ങുന്നൊരു കാലമുണ്ടായി അറേബ്യൻ ഉപദ്വീപിൽ. എങ്ങനെ? വെളിയിൽ പോയിട്ട് പിരിവെടുത്തിട്ടല്ല, സ്വന്തം നാട്ടിൽ നിന്നും അതേ മദീനക്കാര്, അതേ അറേബ്യക്കാര്, ഇന്നലകളിൽ പട്ടിണി കിടന്നവർ, അവർ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച സക്കാത്ത്, പരിശുദ്ധ ദീൻ പഠിപ്പിച്ച സ്വതക്ക വേണ്ടതുപോലെ വിതരണം ചെയ്യാൻ തുടങ്ങി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കാലശേഷം സയ്യിദുനാ അബൂബക്കറിന്റെ സിദ്ദീഖ് തങ്ങളുടെ കാലം വന്നു. അപ്പോൾ അറിഞ്ഞു, ചില ആളുകൾ, വിശ്വാസം ബലഹീനമായ ആളുകൾ, അവർ സക്കാത്തിന്റെ കാര്യത്തിൽ അല്പം മടി കാണിച്ചു തുടങ്ങുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഞാൻ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അവന് മുസ്ലിമിന്റെ പരിഗണന കൊടുക്കുന്നില്ല. യുദ്ധം ആരോടാണ്? മുസ്ലിമിന്റെ പരിഗണന പോലും പരിഗണിക്കപ്പെടാൻ കഴിയാത്ത കാഫറുകളോടാണ് യുദ്ധം. ഇസ്ലാമിന്റെ ബദ്ധവൈരികളോടാണ്. അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് പോലെ ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുക. വലൗ ഇഖാലൻ, അന്ന് നബിതങ്ങളുടെ കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ സക്കാത്തിന് ഒരു പശുവിന് അല്ലെങ്കിൽ ഒട്ടകത്തിനെ കൊടുക്കുന്നു. അന്ന് അതിനോടൊപ്പം ഒരു കയറും കൂടെ കൊടുത്തിരുന്നെങ്കിൽ, ഇന്ന് കയർ മാറ്റിവെച്ചിട്ട് ഒട്ടകത്തിനെ മാത്രമാണ് തരുന്നതെങ്കിൽ കയർ കുറച്ചതിന്റെ പേരിൽ അതിന്റെ പേരിൽ യുദ്ധം ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
അത്രമാത്രം സക്കാത്തിന് പ്രാധാന്യം കൊടുത്തു, സദഖയ്ക്ക് പ്രാധാന്യം കൊടുത്തു, നന്മയുടെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തു. ആ പ്രാധാന്യം ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ കാലം കഴിഞ്ഞു വന്ന 4 ഖലീഫമാരുടെ കാലത്തിലൂടെ അറേബ്യൻ ഉപദ്വീപിൽ വ്യാപകമായി, ഇസ്ലാം എത്തിയ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി. തുച്ഛമായ 80 വർഷക്കാലം പിന്നിടുമ്പോൾ ഉമർ രണ്ടാമനെന്ന സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്തെത്തുമ്പോ സക്കാത്തിന്റെ അവകാശികളില്ല. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ദാരിദ്ര്യ വിമുക്തിയിലേക്ക് ലോക ചരിത്രം വഴിമാറിയ ചരിത്രത്തിലെ ഒരേ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുക പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രത്തിലാണ്. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മെ കൊണ്ട് കഴിയുന്നത് പോലെ പരമാവധി സദഖ ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.